ഇല്ലാത്തതുകൊണ്ട് വലിയ ഭാഗ്യമായി എന്നൊക്കെ പറഞ്ഞ് കൈയൊഴിയുന്നു. മുൻ മന്ത്രി കോർപ്പറേഷനെയാണ് പഴിചാരുന്നത്. അല്ല, മുൻ മന്ത്രി മറുപടി പറയണം. 2020-ലും 2025-ലുമായി ഏകദേശം 3 കോടി രൂപ മുടക്കി പുതുക്കപ്പണിത കെട്ടിടമാണ്. രേഖകളുണ്ട്. 2025 7-ാം മാസം ബഹുമാനപ്പെട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്ത് ആന്റണി രാജു അധ്യക്ഷത വഹിച്ചെന്നാണ് ഈ ബിൽഡിംഗിന്റെ മുൻപിൽ കല്ലിൽ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കെട്ടിടം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ തകർന്നു വീണതിനെക്കുറിച്ച് കോർപ്പറേഷൻ അന്വേഷണം നടത്തും. മറ്റൊന്ന്, ഈ കെട്ടിടത്തിന് കോർപ്പറേഷൻ ഫിറ്റ്നസ് കൊടുത്തതല്ല. ഈ കെട്ടിടത്തിൽ കുട്ടികൾ പഠിക്കുന്നില്ല. ഈ കെട്ടിടത്തിൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഓഫീസും പ്രവർത്തിക്കുന്നില്ല. ഈ കെട്ടിടം വളരെ പഴയതായതുകൊണ്ട് തന്നെ കുട്ടികളെ ഇരുത്താതെ വർഷങ്ങൾ കൊണ്ട് മാറ്റിയിട്ട കെട്ടിടമാണ്. ആ കെട്ടിടത്തിന് എന്തിനാണ് 3 കോടി രൂപ 2 തവണയായിട്ട് ചെലവഴിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. ശക്തമായ അന്വേഷണം നടത്തണം. കോർപ്പറേഷൻ അത് ആവശ്യപ്പെടും. പിന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലാണ് അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തത്തിലാണ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിലാണ്. ഞങ്ങളത് കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫിറ്റ്നസ് കൊടുത്ത എല്ലാ കെട്ടിടങ്ങളും, തിരുവനന്തപുരം കോർപ്പറേഷൻ ഫിറ്റ്നസ് കൊടുത്ത എല്ലാ കെട്ടിടങ്ങളും കൃത്യമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ കെട്ടിടങ്ങളിൽ പോയി നോക്കിയിട്ടാണ് പരമാവധി എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഫിറ്റ്നസ് കൊടുത്തിട്ടുള്ളത്. ഇത് ഞങ്ങൾ ഫിറ്റ്നസ് കൊടുത്തിട്ടുള്ള കെട്ടിടമല്ല. ഇനി മറ്റൊന്ന് ഞാൻ പറയട്ടെ. ഈ ഇത്രയും വലിയ സ്കൂൾ കോമ്പൗണ്ടിൽ ഇത്തരത്തിലൊരു കെട്ടിടത്തിൽ ഒരു സംസ്ഥാന സർക്കാരിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നു എന്ന് കരുതിയിട്ട് ഞങ്ങൾക്കിവിടെ സ്കൂൾ നടത്താതിരിക്കാൻ സാധിക്കുമോ? ഇത് ഈ കെട്ടിടം തിരുവനന്തപുരം കോർപ്പറേഷൻ കൈമാറി കിട്ടുന്നതിന് മുൻപ് തന്നെ ഈ കെട്ടിടങ്ങളൊക്കെ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നതാണ്. ഈ കെട്ടിടം ഇത്രയും പഴക്കം ചെന്നൊരു കെട്ടിടത്തിൽ ബഹുമാനപ്പെട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് 3 കോടി രൂപ ചെലവഴിച്ചതിനെ കുറിച്ച് അന്വേഷണം നടത്തണം. ആ അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടും. അദ്ദേഹത്തിന് അതിൽ കുറ്റബോധമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനെ കുറ്റപ്പെടുത്തുന്നത്. ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഇത് ആരൊക്കെയാണ് നിർമ്മിച്ചത്? നിങ്ങൾ കയറി നോക്ക്. ഇത് എന്താ 1,70,00,000 ചെയ്തിരിക്കുന്നത്? ഇവിടെ ഒരു കുട്ടികളും ഈ ക്ലാസ് ഇവിടെ പഠിക്കുന്നില്ല. പിന്നെ മറ്റൊന്നിന്റെ അപ്പുറത്ത് കെട്ടിടങ്ങളുണ്ട്. കുട്ടികൾ ഈ കോമ്പൗണ്ടിൽ ഉള്ള കെട്ടിടങ്ങളിൽ പഠിക്കുന്നുമുണ്ട്. അത് പക്ഷേ ഞങ്ങളുടെ ഈ ഭരണസമിതി വരുന്നതിന് മുൻപോ ഇല്ലെങ്കിൽ കോർപ്പറേഷൻ ഇത് കൈമാറി കിട്ടുന്നതിന് മുൻപ് ഗവൺമെന്റ് തീരുമാനമാണത്. ഞങ്ങൾ ഫിറ്റ്നസ് കൊടുത്ത എല്ലാ കെട്ടിടങ്ങളും ഞങ്ങൾ പരിശോധിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിൽ പണം ചെലവഴിച്ചതിനെ കുറിച്ചും ഇവിടെ നടത്തിയ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം പൊളിച്ചു കളയാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന ഏകദേശം തത്വത്തിൽ തീരുമാനമായ രേഖകൾ തീരുമാനമായോ എന്ന് പരിശോധിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ കെട്ടിടം പഴയതായതുകൊണ്ട് തന്നെ കുട്ടികൾ ഇവിടെ ഇരുത്ത് ക്ലാസ് എടുക്കാൻ സാധിക്കില്ലെന്ന് തീരുമാനിച്ച ഒരു കെട്ടിടത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതിനെ കുറിച്ച് അന്വേഷിക്കണം. മാധ്യമങ്ങൾ അക്കാര്യമാണ് ആവശ്യപ്പെടേണ്ടത്. നിങ്ങൾ ബഹുമാനപ്പെട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രിയോട് പോയി ചോദിച്ചു നോക്കൂ. 2025 7-ാം മാസത്തിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത കെട്ടിടം, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച കെട്ടിടം എന്തുകൊണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പൊളിഞ്ഞു വീണു? അന്വേഷിക്കണം. അദ്ദേഹം മറുപടി പറയണം. അദ്ദേഹം ഇപ്പോൾ മന്ത്രിയല്ല, MLA അല്ല. പക്ഷേ അദ്ദേഹം കാര്യത്തിൽ മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. ഞങ്ങൾ അന്വേഷണം ആവശ്യപ്പെടും. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അന്വേഷണം നടത്തണം. ഞങ്ങൾ ആവശ്യപ്പെടും. സാധാരണ സ്കൂളിന്റെ വിദ്യാലയത്തിന്റെ അങ്കണത്തിനകത്താണല്ലോ സാധാരണ കുട്ടികളെ ഓടി നടക്കുകയും ഒക്കെ അവർക്കൊരു പരിധി നിശ്ചയിച്ചിരുന്നാലും സാധാരണ ഇടവേള സമയങ്ങളിൽ അതൊക്കെ സ്വാഭാവികം. ശരിയാണ്. പരസ്പരം പഴിചാരുന്നത് മാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫിറ്റ്നസ് പരിശോധിക്കുമ്പോൾ അതിന്റെ അങ്കണത്തിനകത്താണ് അത്ര ഓഫീസുകൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതുകൂടി പരിശോധിക്കാനുള്ള നടപടിക്രമങ്ങൾ ഈ LSTDയുടെ ഭാഗമായിട്ടുള്ള തദ്ദേശ ഭാഗമായിട്ട് ഈ നടപടി കോർപ്പറേഷൻ സ്വീകരിക്കുമോ? ഇതിലെന്തെങ്കിലും തടസ്സമുണ്ടോ? നമ്മൾ ഈ പരിശോധന നടത്തിയിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് പരിശോധിക്കാൻ വേണ്ടി ചില മാനദണ്ഡങ്ങൾ തന്നിട്ടുണ്ട്. സ്കൂൾ പ്രവർത്തിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമുകളും ഓഫീസുകളുമാണ് ഞങ്ങൾക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അധികാരമുള്ള അതാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു നിർദ്ദേശം. അതിനനുസരിച്ചുള്ള പരിശോധനകൾ ഞങ്ങൾ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. അതിനിയും നടത്തും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങൾ ആ പരിസര പ്രദേശങ്ങളൊക്കെ തന്നെയുള്ള കെട്ടിടങ്ങൾ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നിർദ്ദേശം വരണം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തന്നെ അധികാരവും അവകാശവുമുള്ളൂ. തിരുവനന്തപുരം കോർപ്പറേഷന്റെ നിരീക്ഷണത്തിൽ ഈ പല സ്കൂളുകളുടെയും കോമ്പൗണ്ടിലുള്ള പല കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ മുകളിൽ അറിയിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് അതിന് അനുമതി തരണം. ഇത് ഞങ്ങളുടെ പോയിന്റ് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ സാധിക്കില്ലെന്ന് എല്ലാവർക്കും സമൂഹത്തിന് മൊത്തത്തിൽ ബോധ്യം വന്നു, ഡിപ്പാർട്ട്മെന്റിനും ബോധ്യം വന്ന കെട്ടിടത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് എന്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി? ഞങ്ങൾക്കറിയണോ? അത് സമൂഹത്തിന് അറിയാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. അന്നത് കൈകാര്യം ചെയ്ത MLAയും മന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിന് മറുപടി പറയണം. ഞാനിത് പഴിചാറില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള വസ്തുതകൾ നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ലല്ലോ. ഞങ്ങൾ ഫിറ്റ്നസ് കൊടുത്ത കെട്ടിടങ്ങൾ എല്ലാം തന്നെ
ഉദ്യോഗസ്ഥർ പോയി കൃത്യമായിട്ട് നിരീക്ഷിച്ച് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഫിറ്റ്നസ് കൊടുത്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ സർക്കാരിനോട് അന്വേഷണം കോർപ്പറേഷൻ തീർച്ചയായിട്ടും കോർപ്പറേഷൻ ആവശ്യപ്പെടും. ഇങ്ങനെ സ്കൂൾ കോമ്പൗണ്ടിൽ അപകടകരമായി നിൽക്കുന്ന കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് പകരം കോടിക്കണക്കിന് രൂപ മുടക്കുന്നതിന്റെ ആ വസ്തുത, അതിന്റെ ലോജിക്ക് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെടും, കൃത്യമായി ആവശ്യപ്പെടും. അത് മറുപടി പറയേണ്ടി വരും.